സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ വിവാദങ്ങൾക്കും ആശങ്കകൾക്കും മറുപടിയായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത്. ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾക്കും മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്ന വിവാദങ്ങൾക്കും അടിസ്ഥാനമില്ലെന്ന് മന്ത്രി ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കി. കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയത്തിലോ മതനിരപേക്ഷ നിലപാടുകളിലോ യാതൊരു മാറ്റവും വരുത്തില്ലെന്ന് മന്ത്രി ഉറപ്പിച്ചു പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടതോടെയാണ് രാഷ്ട്രീയ വിവാദങ്ങൾ ആരംഭിച്ചത്. BJP ഇതര സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പലപ്പോഴും രാഷ്ട്രീയ തർക്കങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും കാരണമാകാറുണ്ട്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം സ്വീകരിക്കുന്നതിനെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയുടെ കാവ്യവൽക്കരണമായി ചിത്രീകരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. നിലവിലെ ഭരണകൂടത്തിനെതിരെ ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിന് ലഭിച്ച ഒരു ഊതിപ്പെരുപ്പിച്ച ആയുധം എന്ന നിലയിലേക്കാണ് PM ശ്രീ വിവാദം മാറിയത്. സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നിലപാടുകൾക്ക് യാതൊരു കോട്ടവും സംഭവിക്കില്ലെന്ന് സർക്കാർ ആവർത്തിച്ച് പറയുമ്പോഴും തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി പ്രതിപക്ഷം ഈ വിഷയത്തെ മറയാക്കുകയായിരുന്നു. മന്ത്രി വി ശിവൻകുട്ടി തന്റെ ലേഖനത്തിൽ ഈ അനാവശ്യ രാഷ്ട്രീയ വിവാദങ്ങളെ ശക്തമായി തള്ളിക്കളയുന്നു. സംസ്ഥാന സർക്കാർ എന്നും കുട്ടികളുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്നും വിദ്യാഭ്യാസത്തിലെ മതനിരപേക്ഷത ഉറപ്പാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങളെ മനഃപൂർവ്വം തെറ്റായി വ്യാഖ്യാനിക്കാൻ ചില രാഷ്ട്രീയ എതിരാളികളും മാധ്യമങ്ങളും മത്സരിക്കുകയാണെന്നാണ് മന്ത്രി കുറ്റപ്പെടുത്തിയത്. പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ സംസ്ഥാനത്തിന്റെ നിലവിലെ പാഠ്യപദ്ധതിയെല്ലാം മാറ്റി കേന്ദ്രം നിശ്ചയിച്ച് നൽകുന്നത് നടപ്പാക്കേണ്ടി വരുമെന്നത് തികച്ചും അവാസ്തവമാണെന്ന് മന്ത്രി വിശദമാക്കി. PM ശ്രീ പദ്ധതി ഒരു കേന്ദ്രാവിഷ്കൃത ഗ്രാന്റ് മാത്രമാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും സ്കൂളുകളുടെ നവീകരണത്തിനും വേണ്ടി കേന്ദ്രം നൽകുന്ന സാമ്പത്തിക സഹായം സ്വീകരിക്കാൻ മാത്രമാണ് സംസ്ഥാനം ധാരണാപത്രത്തിൽ ഒപ്പിട്ട് നൽകിയിട്ടുള്ളത്. ഈ ധാരണാപത്രത്തിൽ ഒപ്പിടുന്നത് സംസ്ഥാനം കേന്ദ്ര വിദ്യാഭ്യാസ നയം പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്നോ നിലവിലുള്ള പാഠ്യപദ്ധതിയിൽ മാറ്റം വരുത്താൻ സമ്മതിക്കുന്നു എന്നോ അർത്ഥമാക്കുന്നില്ല. കേവലം കേന്ദ്ര സഹായം ലഭ്യമാക്കുന്ന ഒരു സാങ്കേതിക നടപടിക്രമം മാത്രമാണിതെന്നും പ്രതിപക്ഷം ഇത് സൗകര്യപൂർവ്വം മറച്ചു പിടിക്കുകയാണെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസപരമായ പരമാധികാരം സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് മന്ത്രി തന്റെ ലേഖനത്തിലൂടെ സ്ഥാപിച്ചു. സംസ്ഥാനങ്ങൾക്ക് അവരുടെ കരിക്കുലം തുടരാമെന്ന കാര്യം ദേശീയ വിദ്യാഭ്യാസ നയം 2020 തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. കേന്ദ്രത്തിന്റെ സാമ്പത്തിക സഹായം സ്വീകരിക്കുമ്പോൾ പോലും കരിക്കുലത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അധികാരം നിലനിൽക്കുന്നു. മാത്രവുമല്ല, രാജ്യത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായി പാഠ്യപദ്ധതി പരിഷ്കരിച്ച ഏക സംസ്ഥാനവും കേരളമാണ്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ആരംഭിച്ച ശേഷം NCERT പുസ്തകങ്ങളും SCERT പുസ്തകങ്ങൾക്കും ചേർത്ത് നിർത്തിയാണ് കേരളം തങ്ങളുടെ പാഠ്യപദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. അക്കാദമിക പരമായ ഏത് പുസ്തകവും സ്വീകരിച്ചാലും അതിലെ ഏത് പാഠം പഠിപ്പിക്കണം പഠിപ്പിക്കരുത് എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം സംസ്ഥാനങ്ങൾക്കുണ്ട്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായി മന്ത്രി ചൂണ്ടിക്കാട്ടിയത് NCERT രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി പാഠഭാഗങ്ങൾ വെട്ടിമാറ്റിയപ്പോൾ കേരളം അഡീഷണൽ പാഠപുസ്തകങ്ങൾ പുറത്തിറക്കുകയും അവ പഠിപ്പിക്കുകയും ചെയ്ത സംഭവമാണ്. ഈ നിലപാട് സംസ്ഥാനത്തിന് സ്വന്തമായി വിദ്യാഭ്യാസപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമെന്നതിന്റെ വ്യക്തമായ തെളിവാണ്. PM ശ്രീ പദ്ധതിയെ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സർക്കാരുകൾ ഈ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടുണ്ടെന്ന വസ്തുത അവർ സൗകര്യപൂർവ്വം മറക്കുന്നു. കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് സ്കൂളുകൾ നവീകരിക്കാനുള്ള അവസരം നിഷേധിക്കുന്നത് സംസ്ഥാനത്തെ വിദ്യാർത്ഥികളോടുള്ള നീതികേടാണെന്നും സർക്കാർ വിലയിരുത്തുന്നു. PM ശ്രീ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ നേരിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെടാവുന്നതാണ് ഈ പദ്ധതിയുടെ യാഥാർത്ഥ്യം. എതിർക്കുന്ന ചില ദേശീയ പാർട്ടികൾക്ക് ഈ വിവരങ്ങൾ വേഗത്തിൽ ശേഖരിച്ച് ജനങ്ങളെ അറിയിക്കാനും കഴിയുമെന്നും എന്നിട്ടും അവർ അത് ചെയ്യാതെ തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും മന്ത്രി ലേഖനത്തിൽ വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന ഭരണകൂടം നിലവിലുള്ള വിദ്യാഭ്യാസ നയത്തിൽ മാറ്റം വരുത്താൻ തയ്യാറായെന്നോ കേന്ദ്രത്തിന്റെ പൂർണ്ണ നിയന്ത്രണം അംഗീകരിച്ചെന്നോ സ്ഥാപിക്കാൻ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അനുവദിക്കുന്നില്ല. മറിച്ച് കേന്ദ്രത്തിന്റെ ഗ്രാന്റ് മാത്രം സ്വീകരിക്കുന്ന ഒരു കരാർ മാത്രമാണിത്. ഈ വസ്തുതകളെ മറികടന്ന പദ്ധതിയുടെ പേര് രാഷ്ട്രീയമായി ഉപയോഗിച്ച സംസ്ഥാന സർക്കാരിനെതിരെ ജനവികാരം ഉണ്ടാക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ തന്ത്രമാണ് ഈ വിവാദങ്ങളുടെ അടിസ്ഥാനം. കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രം മുൻനിർത്തി ഈ നീക്കങ്ങളെ ശക്തമായി പ്രതിരോധിക്കാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാന സർക്കാർ.